നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. നെല്ലാകൃഷ്ണപ്പടിയിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിൽ നിന്നും ഉടമകളെ കബളിപ്പിച്ച് യുവാവ് ഇലക്ട്രിക് വയറുമായി മുങ്ങിയതായി പരാതി. ഏകദേശം 10,000 രൂപയോളം വില വരുന്ന ഇലക്ട്രിക് വയറുകളാണ് വാടകയ്ക്കെന്ന പേരിൽ എടുത്ത് തിരിച്ചേൽപ്പിക്കാതെ യുവാവ് മുങ്ങിയത്. നെല്ലായ കൃഷ്ണപ്പടിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിൽ നിന്നാണ് യുവാവ് ഇലക്ട്രിക് വയറുമായി മുങ്ങിയത്. മെയ് 9 ഉച്ചയോടെ സമീപത്തെ വീട്ടിൽ കോൺക്രീറ്റ് പൊളിക്കുന്നതിനായി നീളമുള്ള വയർ വാടകയ്ക്കാവശ്യപ്പെട്ടാണ് യുവാവ് കടയിലെത്തിയത്. തുടർന്ന് ഏകദേശം 10,000 രൂപയോളം വില വരുന്ന 2 ഫോയിൽ ഇലക്ട്രിക് വയറുകൾ യുവാവ് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വയർ തിരിച്ചേൽപ്പിക്കാത്തതിനെ തുടർന്ന് ഇയാൾ നൽകിയ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഇത് വ്യാജ നമ്പറാണെന്നും തങ്ങൾ കബളിപ്പിക്കപ്പെട്ടതായും കടയുടമകൾ തിരിച്ചറിയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ നൽകിയ നാലകത്ത് നജീബ് എന്ന പേരും അഡ്രസ്സും തെറ്റാണെന്ന് കണ്ടെത്തി. ഇയാൾ ജോലി ചെയ്തെന്ന് പറഞ്ഞ വീട്ടിൽ അന്വേഷിച്ചപ്പോഴും യാതൊരു തരത്തിലുള്ള പ്രവൃത്തികളും അവിടെ നടന്നിട്ടില്ല എന്നും വ്യക്തമായി. തുടർന്നാണ് കടയുടമ ചെറുപ്പുളശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. ഇയാളുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും മുഖമോ വണ്ടി നമ്പറോ വ്യക്തമല്ലെന്ന് സ്ഥാപന ഉടമ അൻസാർ പറഞ്ഞു. ജൂൺ 9 ഷോപ്പിലേക്ക് ഒരാൾ വയറ് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ ജോലി ചെയ്തിരുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വന്നത്. അങ്ങനെ 2 ഫോയിൽ വയർ ഏകദേശം 10,000 രൂപയോളം വരുന്ന എമൗണ്ട് വരുന്ന വയർ അയാൾ കൊണ്ടുപോയി. പിന്നീട് ഇത്രയും ദിവസം അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അയാൾ തന്ന അഡ്രസ്സ് മുഴുവൻ ഫേക്കാണ്. ഇല്ല, അയാൾ നാലകത്ത് ഹൗസ് എന്ന് പറഞ്ഞിട്ട് നജീബ് എന്ന പേരിലാണ് അയാൾ ഷോപ്പിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഒരു കസ്റ്റമറെ ഡൗട്ട് അടിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കടയുടെ ഗുഡ് വില്ലിനെ ബാധിക്കും എന്ന് വിചാരിച്ചിട്ട് സ്വാഭാവികമായിട്ടും അവിടെ എന്തെങ്കിലും പ്രൂഫ് വാങ്ങി വെക്കാറാണ് ചെയ്യാറുള്ളത്. പക്ഷെ അന്നത്തെ തിരക്ക് മൂലം ഞാൻ ഒന്നും ചെയ്തില്ല. അത് എൻ്റെ ഭാഗത്തു നിന്നും വന്നു പോയൊരു മിസ്റ്റേക്കാണ്. ഞാൻ അയാൾ ജോലി ചെയ്തു എന്ന് പറയുന്ന വീട്ടിലേക്ക് പോയി അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ ഒരാൾ ജോലിയേ ചെയ്തിട്ടില്ല എന്നാണ് അവിടെ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ആള് മലയാളിയാണ്. ഇല്ല, ആള് യൂത്താണ്. ഏകദേശം ഒരു 22-25 ആ ഒരു ഏജിന്റെ ഇടയിൽ വരുന്ന ഒരാളാണ്. ഇല്ല, സാധാരണ അങ്ങനെ എടുക്കുന്ന ഒരാളല്ല. സാധാരണ ഞങ്ങൾ കൊടുക്കുമ്പോൾ പ്രൂഫ് വെച്ചിട്ടേ കൊടുക്കാറുള്ളൂ. പക്ഷെ ഇത് ഞങ്ങളുടെ ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 വർഷത്തോളമായി. ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെയുള്ളത്. പോലീസിന് അത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ക്രൈം ഇനി ഫ്യൂച്ചറിൽ നടക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം. കടയുടമയുടെ പരാതിയിൽ ചെറുപ്പുളശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.